BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നഗരവികസനത്തിന് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ പദ്ധതികൾ ഒന്നുമില്ല. വികസന പ്രഖ്യാപനങ്ങളില്ലാതെ മോദിയുടെ പ്രസംഗം. തിരുവനന്തപുരത്ത് വികസന പ്രഖ്യാപനങ്ങളില്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. നഗരവികസനത്തിന് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ പദ്ധതികളൊന്നുമില്ല. മോദിയുടെ പ്രഖ്യാപനത്തിനായി തലസ്ഥാന നഗരം കാത്തിരുന്നുവെങ്കിലും പുതിയ പദ്ധതികൾ ഒന്നും പ്രഖ്യാപിച്ചില്ല. പുത്തരിക്കണ്ടത്തെ പരിപാടിയിൽ പാർട്ടി വേദിയിൽ കൂടുതൽ സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ രാഷ്ട്രീയ വിമർശനമല്ലാതെ കേരളത്തിന് പുതുതായി ഒന്നും പ്രഖ്യാപിച്ചില്ല. UDF-നെയും LDF-നെയും തൂത്തെറിയണമെന്നും വികസനത്തിൽ ഊന്നിയ സർക്കാർ വരണമെങ്കിൽ BJP വിജയിക്കണമെന്നുമായിരുന്നു മോദിയുടെ പ്രസംഗത്തിന്റെ ചുരുക്കം. നേരത്തെ അതിവേഗ റെയിൽപാത മോദി പ്രഖ്യാപിക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. എന്നാൽ 3 അമൃത് ഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്ത മോദി ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഹബിന്റെയും ശ്രീചിത്ര റേഡിയോ ചികിത്സാ സെന്ററിന്റെയും തറക്കല്ലിടുകയും മാത്രമാണ് നിർവഹിച്ചത്. അതേസമയം 15 ദിവസം കൊണ്ട് നഗരവികസനത്തിന് രൂപരേഖ തയ്യാറാക്കിയെന്നും പ്രധാനമന്ത്രിക്ക് നൽകിയെന്നും മേയർ VV രാജേഷ് പറഞ്ഞു. 2030-നുള്ളിൽ തിരുവനന്തപുരത്തെ രാജ്യത്തെ മികച്ച 3 നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്നും മേയർ പറഞ്ഞു. മോദിയെക്കൊണ്ട് വരുമെന്ന വാക്ക് പാലിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. ഫോട്ടോ എടുത്ത എല്ലാവരും പ്രതികളാകുമോ? മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ പുറത്തുവന്നില്ലേ? VD സതീശൻ. ഉമ്മൻചാണ്ടിക്കെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയ പരാമർശം ഖേദകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് VD സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരുടെയും ജീവിതം തകർത്തിട്ടില്ലെന്നും കുടുംബകാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്കെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയ പരാമർശം ഖേദകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് VD സതീശൻ പറഞ്ഞു. സാബു M. ജേക്കബിന്റെ തീരുമാനം ഞെട്ടിച്ചു. 2020-യെ BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറ്റി റസീന പരീദ്. NDAയിൽ ചേർന്ന സാബു M. ജേക്കബിന്റെ തീരുമാനം ഞെട്ടിച്ചെന്ന് വടവുകോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീദ്. 2020-യെ BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറ്റിയെന്നും വരും ദിവസങ്ങളിൽ കൂട്ടരാജിയുണ്ടാകുമെന്നും റസീന പരീദ് പറഞ്ഞു. വാർത്ത വരുമ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞതെന്നും ചർച്ച നടത്തിയിരുന്നില്ലെന്നും റസീന പരീദ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജനപ്രതിനിധികൾക്ക് പോലും NDA പ്രവേശനത്തെക്കുറിച്ച് അറിയില്ല. ഏതെങ്കിലും പാർട്ടിയിലേക്ക് 2020 ലയിക്കണമെന്ന് തോന്നിയാൽ പിരിച്ചുവിടുമെന്നാണ് ആദ്യകാലത്തിൽ പറഞ്ഞിരുന്നത്. ആ നിലപാടിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് റസീന പരീദ് പറഞ്ഞു. 2020 അരാഷ്ട്രീയ സംഘടനയാണെന്ന് കാലം കാണിച്ചു തന്നു. ഈ തീരുമാനം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നും റസീന പരീദ് പറഞ്ഞു. BJPയുടെ തിരഞ്ഞെടുപ്പ് അജണ്ട വർഗീയത തന്നെ. അത് മോദിയുടെ പ്രസംഗത്തിലൂടെ വ്യക്തമായി പ്രതിപക്ഷ നേതാവ്. കേരളത്തിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് അജണ്ട വർഗീയത മാത്രമാണെന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഭജന രാഷ്ട്രീയവും വർഗീയ വിഷപ്രചരണവും കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വർഗീയ ശക്തികളെ കുഴിച്ചുമൂടുവാനും മതേതരത്വം സൃഷ്ടിക്കുവാനും UDF ഏതറ്റം വരെയും പോകും. കോൺഗ്രസിന്റെയും UDF-ന്റെയും മതേതര കാഴ്ചപ്പാടിന് മോദിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിൽ വരാനും ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കുവാനുമുള്ള എല്ലാ അവകാശവുമുണ്ടെന്നും എന്നാൽ മഹാരഥന്മാർ ഇരുന്ന പ്രധാനമന്ത്രി കസേരയിലിരുന്ന് പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറയുന്നത് ആപ്തകരമാണെന്നും VD സതീശൻ പറഞ്ഞു. അവർ വീണ്ടും ഒന്നിക്കുന്നു. അടൂർ മമ്മൂട്ടി ചിത്രം പദയാത്ര ആരംഭിച്ചു. 32 വർഷങ്ങൾക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടി ടീം ഒന്നിക്കുന്ന ചിത്രം പദയാത്ര ആരംഭിച്ചു. മമ്മൂട്ടി കമ്പനിയുടെ 8ാമത്തെ നിർമ്മാണ സംരംഭമായി ഒരുക്കുന്ന ചിത്രത്തിന്റെ പൂജാകർമ്മം നടന്നു. അടൂർ ഗോപാലകൃഷ്ണൻ, KV മോഹൻകുമാർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കിയിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുക. അനന്തരം, മതിലുകൾ, വിധേയൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടി ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. അടൂർ ഒരുക്കിയ മതിലുകൾ, വിധേയൻ എന്നീ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടിക്ക് 2 ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. ചിത്രത്തിന്റെ താരനിരയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടും. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഭണ്ഡാരപ്പിരിവ് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പുത്തൻപള്ളിയിലുണ്ടായ സംഭവത്തിൽ നടപടിയില്ലെന്ന് ആരോപണം. സീറോ മലബാർ സഭയ്ക്ക് കീഴിലെ തൃശൂർ പുത്തൻപള്ളിയിൽ നിന്നും നേർച്ചയായി ലഭിച്ച ഭണ്ഡാരപ്പിരിവ് മോഷ്ടിച്ചതായി പരാതി. തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ട്രസ്റ്റിമാരുടെ നേതൃത്വത്തിലാണ് കവർച്ച. 4 ട്രസ്റ്റിമാരിൽ ഒരാളും മറ്റ് ഇടവകാംഗങ്ങളും ചേർന്നാണ് സംഭവമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സഭയ്ക്കും പോലീസിനും പരാതി നൽകിയത്.
പരാതിക്ക് അടിസ്ഥാനമായ CCTV ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. സീറോ മലബാർ സഭയ്ക്കും തൃശൂർ അതിരൂപതയ്ക്കും നാണക്കേടുണ്ടാക്കും വിധമുള്ള സംഭവമാണ് പുറത്തുവരുന്നത്. പരിശുദ്ധ വ്യാകുല മാതാവിന്റെ പേരിലുള്ള പള്ളിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ട്രസ്റ്റുമാരിൽ 2 പേർ നേർച്ചയായി ലഭിച്ച പണ്ടാരപ്പിരിവ് മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് സഭാവിശ്വാസികളിൽ ഒരു വിഭാഗം പരാതി നൽകിയത്. സന്തോഷ് ട്രോഫിയിൽ 2ാം ജയം തേടി കേരളം നാളെ ഇറങ്ങും. എതിരാളികൾ റെയിൽവേസ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന്റെ 2ാം മത്സരം നാളെ രാവിലെ 9-ന് ആരംഭിക്കുന്ന മത്സരത്തിൽ റെയിൽവേസ് ആണ് എതിരാളികൾ. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ കേരളം 1-നെതിരെ 3 ഗോളുകൾക്ക് പഞ്ചാബിനെ പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ പകുതിയിൽ ഗോൾ വഴങ്ങിയ ശേഷമായിരുന്നു കേരളത്തിന്റെ തിരിച്ചുവരവ്. M. മനോജ് കേരളത്തിന്റെ സമനില ഗോൾ നേടിയപ്പോൾ മുഹമ്മദ് അജ്സലിന്റെ ഇരട്ട ഗോളിൽ കേരളം ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. സർവീസസ്, ഒഡീഷ്, മേഘാലയ എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് ബിയർ കേരളവുമായി ഏറ്റുമുട്ടാനുള്ളത്. ഗ്രൂപ്പിലെ ആദ്യ 4 സ്ഥാനക്കാർക്ക് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കാം. ഗ്രൂപ്പിൽ ഒന്നാമതെത്താനായിരിക്കും കേരളത്തിന്റെ ശ്രമം. സന്തോഷ് ട്രോഫിയിൽ 7 തവണ ചാമ്പ്യന്മാരായ കേരളം നിലവിലെ റണ്ണറപ്പ് കൂടിയാണ്. ഇത്തവണ കപ്പ് നേടാനാവുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ടീം കേരള. അസമിലെ കടുത്ത തണുപ്പൻ കാലാവസ്ഥയെ അതിജീവിക്കുവാൻ ടീമിനെ വയനാട്ടിലെത്തിച്ച് പരിശീലിപ്പിച്ചിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.